മരിച്ച വേണുവിൻ്റെ സഹോദരൻ ബേബി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് നമുക്കൊപ്പം. ശ്രീ ബേബി, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. അതീവ ദുഃഖത്തിലാണ് കുടുംബാംഗങ്ങൾ എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഈ സംഭവത്തിൽ ഇനി നിയമ നടപടികളുമായി മുന്നോട്ട് നീങ്ങുമോ? നമ്മളിനി നിയമ നടപടിയായിട്ട് മുന്നോട്ട്. നമുക്ക് ഇപ്പൊ ഈ പട്ടിക കമ്മീഷന് നമുക്കൊരു നീതി കിട്ടുന്നില്ല. ഈ കമ്മീഷനിൽ എന്താണ് ഈ റിപ്പോർട്ട് കൊണ്ട് കൊടുത്തിരുന്നത്? പട്ടികജാതി വകുപ്പിൽ പരാതി നൽകിയിരുന്നോ? ആ പരാതിയുടെ അടിസ്ഥാനത്തില അവര് DMOയുടെ റിപ്പോർട്ട് വന്നത്. DMO റിപ്പോർട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കൈ കൊടുക്കുന്നത്, ചെയർമാന്റെ കൈ കൊടുക്കുന്നത്. അവർ രാവിലെ വന്ന് ഇത് 6-ാം തീയതി ആയിരുന്നു പട്ടികജാതി കമ്മീഷന്റെ ഇതിന്റെ ഹിയറിംഗ് നടന്നത്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി യാതൊരു നടപടിയും എടുക്കാൻ ഇന്നേവരെ വകുപ്പ് തയ്യാറായിട്ടുമില്ല. എന്തെങ്കിലും അന്വേഷിക്കാൻ വീട്ടിലേക്ക് വരികയോ ചെയ്തോ? ഇല്ല, വിളിക്കുകയൊന്നും ചെയ്തില്ല. പട്ടികജാതി കമ്മീഷന് പട്ടികജാതി കമ്മീഷൻ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലാ തെറ്റെന്നാ പറയുന്നത്. അതെന്താണ് അവർ പറയുന്ന തെറ്റ്? നമ്മൾ എന്തുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല? ഒരു ജീവൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെന്നാണ് ചോദിക്കുന്നത്. ഗുരുതരമായ ചോദ്യമാണ് അതെന്ന് ഗുരുതരമായ ചോദ്യമാണ് അത് അദ്ദേഹം ചോദിച്ചത്. കാരണം ഒരാളോടും ചോദിക്കാൻ പാടില്ലാത്തതാണ്. സർക്കാർ സംവിധാനം ഉള്ളപ്പോൾ ആണ് അവർ ഈ ചോദ്യം ചോദിക്കുന്നത്. എന്തുകൊണ്ട് സ്വകാര്യ പോയില്ല, നിങ്ങൾ എന്തെങ്കിലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെന്നാണ് അദ്ദേഹം ഞങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് നടക്കുന്നിടത്ത് പാവങ്ങൾക്കുള്ള നീതി കിട്ടുന്ന ഒരു ഹോസ്പിറ്റലാണ് മെഡിക്കൽ കോളേജ്. നമുക്ക് അവിടെ അല്ലാതെ പോകേണ്ടത്. നമ്മൾ 1-2 ലക്ഷം 3 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ അന്നേരം എടുക്കാനുണ്ടോ സാറേ? നമ്മൾ ജീവൻ രക്ഷിക്കാൻ മെഡിക്കൽ കോളേജല്ലേ ആശ്രയിക്കേണ്ടത്. ശരി, ശ്രീ ബേബി, വളരെ നന്ദി പ്രതികരിച്ചതിന്. ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള നെട്ടോട്ടം ഓടുന്നതിനിടയിൽ എന്തുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയില്ല എന്ന് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ തന്നെ ചോദിക്കുന്ന ചോദ്യം എത്ര അപഹാസ്യമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഈ കമ്മീഷനൊക്കെ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്?